ഉരുളക്കിഴങ്ങ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ള കുറുമയാണ് ഇന്നത്തെ വീഡിയോ. ഈ കുറുമ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയാണ് നല്ല കോമ്പിനേഷൻ. ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ ഈ കുറുമ നമുക്ക് കഴിക്കാം. ഇതിന് ആദ്യം വേണ്ടത് ഒരു 15 കശുവണ്ടിപ്പരിപ്പ് വേണം. അതിലേക്ക് 1 ടീസ്പൂൺ കശകശയാണ്, പോപ്പി സീഡ്സ്, അതുകൂടി ചേർത്തിട്ട് അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. ഇനി 4 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് പ്രഷർ കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ടിട്ട് പുഴുങ്ങുന്നതിലും എളുപ്പമാണ് ഈ ഒരു രീതിയിൽ പുഴുങ്ങിയെടുക്കാൻ. ഇനി വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് കുതിർത്ത കശുവണ്ടിപ്പരിപ്പും കശകശയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം അരപ്പിരിക്കാൻ. ഇതങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി വേവിക്കുകയായതുകൊണ്ട് ഞാൻ 2 വിസിലാണ് വേവിച്ചത്. വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്, 4 എണ്ണം. തൊലി മാറ്റിയിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചാലും മതി, പക്ഷേ ഈ ഒരു രീതിയിലാണ് എളുപ്പം. അപ്പോൾ ഇതിൻ്റെ തൊലി അങ്ങ് മാറ്റിയെടുക്കാം. ഇനി ഇതിനെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചു. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഏലയ്ക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, ഒരു തക്കോലത്തിൻ്റെ 2 അല്ലി, ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 ഇടത്തരം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളകും. ഇത് പച്ചമുളകിൻ്റെ മാത്രം എരിവേ ഈ കറിക്ക് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് മുളകിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കണം. നല്ല എരിവുള്ള 4 പച്ചമുളകാണ് ഞാൻ ചേർത്തത്. അപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമണം നന്നായിട്ട് മാറണം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാവുന്നതാണ്. തക്കാളി ഇനി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഇതിലേക്ക് ചേരണം. തക്കാളി മിക്സിയിലിട്ടൊന്ന് കറക്കി ചേർത്താലും മതി, ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നു. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് പുഴുങ്ങിയെടുത്തത്. ഇനി ആ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ രുചികളൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിലേക്ക് ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയും വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അരപ്പ് ആദ്യമേ ചേർക്കരുത്, ഈ ഒരു സമയത്ത് മാത്രമേ ചേർക്കാവൂ. ഇനി നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം കൂടി മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കാം. ഇനി ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഒരുപാട് നേരം ഇട്ടങ്ങ് തിളപ്പിക്കുകയും ചെയ്യരുത്, കാരണം ഈ തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഒന്ന് പിരിഞ്ഞതുപോലെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കുറുമ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് റെഡിയായി.